അതിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇവിടെ പാർട്ടിയെ സംബന്ധിച്ച്, പാർട്ടി നേതാക്കളെ സംബന്ധിച്ച്, പാർട്ടി സെക്രട്ടറിയെ സംബന്ധിച്ചെല്ലാം തന്നെ ഉയർത്തിയിട്ടുള്ള അഴിമതി ആക്ഷേപത്തെപ്പറ്റി ഇവിടെ ഉയർന്ന വളരെ ശക്തമായ ആക്ഷേപങ്ങൾ ഉണ്ടായിരിക്കാൻ നമ്മുടെ പാർട്ടി അഴിമതിക്ക് അതീതമാണെന്ന് മാത്രമല്ല, അഴിമതിക്കെതിരായി പോരാടി. ഈ അഴിമതി ആക്ഷേപം ഉന്നയിക്കുന്ന കോൺഗ്രസോ യുഡിഎഫോ 3 അഴിമതി കേസുകളിലെ പ്രതികളാണ്. ഒന്ന് പാമോയിൽ കേസ്, അതുപോലെ തന്നെ ഇടമലയാർ കേസ്, വേറൊന്ന് ബ്രഹ്മപുരം കേസ്. യുഡിഎഫിലെ പ്രമുഖരായ ആർ ബാലകൃഷ്ണപിള്ളയാണ് ഇടമലയാർ കേസിലെ പ്രതി. അദ്ദേഹം ഹൈക്കോടതി അദ്ദേഹത്തെ ശിക്ഷിച്ചുടനെ തന്നെ അദ്ദേഹം ബോധഹീനനായി വീണ് കോടതിയിൽ നിന്ന് ഏതെങ്കിലും സൗജന്യം ആ വിധിക്കെതിരായി കിട്ടുമോ എന്ന് നോക്കി. കോടതി അത് മൈൻഡ് ചെയ്തില്ല. അതിന്റെ ഫലമായി 2 ദിവസം പോയി പൂജപ്പുര സെന്ററിൽ കഴിയേണ്ടി വന്നു. സുപ്രീം കോടതി പോയി സ്റ്റേ വാങ്ങിയിട്ടാണ് ഇപ്പോ ഇഷ്ടൻ പുറത്തു. അതുപോലെ തന്നെ കെ കരുണാകരൻ പാമോയില് കുറഞ്ഞ വിലയ്ക്കൂടെ കൊടുക്കുന്നു എന്ന് വരുത്തിയിട്ട് നാളികേരത്തിന് വിലയിടിയാൻ ഇടയാകത്തക്ക തരത്തിലുള്ള നയം സ്വീകരിച്ചിട്ട് പാമോയിൽ കമ്പനിക്ക് സഹായം ചെയ്യുകയാണ് ചെയ്തത്. കോടികളുടെ വെട്ടിപ്പാണ് അതിൽ നടന്നത്. അതെല്ലാം തന്നെ സുപ്രീം കോടതി വരെ ഒരു പ്രാവശ്യം പരിശോധിച്ചിട്ട് വിജിലൻസ് കോടതിക്ക് റെഫർ ചെയ്തതാണ്. വീണ്ടും അപ്പീൽ പോയതിന്റെ ഫലമായിട്ട് ഇപ്പോഴും സുപ്രീം കോടതി. അതുപോലെ തന്നെ ബ്രഹ്മപുരം കേസിന്റെ കാര്യത്തിൽ പത്മരാജനും, ഞാന് പ്രതിപക്ഷ നേതാവായിരുന്ന അവസരത്തിൽ പത്മരാജന്റെ ഫ്രാൻസുമായിട്ടുള്ള ഇടപാടിൽ 25 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് ഞാൻ ആക്ഷേപിച്ചത്. ആ ആക്ഷേപം ശരിയല്ലെന്ന് വാദിച്ചു പോന്ന പത്മരാജൻ പിന്നീട് 96-ലെ നയനാർ ഗവൺമെന്റിന്റെ കാലത്ത് നമ്പ്യാർ എന്ന ജഡ്ജിയുടെ മുമ്പിൽ ആ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കൊടുത്തതിന്റെ ഫലമായി അദ്ദേഹം അന്വേഷിച്ചപ്പോഴോ 125 കോടി രൂപയുടെ അഴിമതിയാണ്. ആ 125 കോടി രൂപയുടെ അഴിമതിയുമായിട്ടാണ് കേസ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പത്മരാജൻ നേരിട്ടുണ്ട്. അതേപോലെ ഈ കേസിന് വിധേയരായിട്ടുള്ള ആളുകൾക്കെല്ലാം അറിയാം, തങ്ങള് 3 കൂട്ടരും ഇതേപോലുള്ള കൊടിയ അഴിമതിക്ക് വിധേയരായിരിക്കുന്ന ആളുകളാണ്. മറ്റു പാർട്ടികളെ സംബന്ധിച്ച് അഴിമതിക്കാർ എന്ന് പറയുമ്പോഴും വിളിക്കുമ്പോഴും ആക്ഷേപിക്കുമ്പോഴും ഞങ്ങൾ ഇന്നവരാണേ എന്ന കാര്യം മറന്നു. ഏത് അഴിമതിക്കെതിരായും സിപിഐഎമ്മിന്റെ നേതാവിനെതിരായിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ച് പാർട്ടി ജനറൽ സെക്രട്ടറി ഇവിടെ പറഞ്ഞു. 2 തരത്തിൽ അതിനെ നാം നേരിടുന്നു. ഒന്ന് പൊളിറ്റിക്കലായിട്ട്, മറ്റൊന്ന് ലീഗലായിട്ട്. ലീഗലായിട്ട് അതിനെ നേരിട്ടിട്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് കോടതിയിൽ എപ്പോഴാണോ സന്ദർഭം കിട്ടുക അതുവഴിയാണ് അതിനെ നേരിടാൻ പോകുന്നത്. ജഡ്ജിമാരെ എതിരായിട്ട് യുദ്ധം ചെയ്യാനല്ല. അപ്പൊ ആ നിലയിൽ തങ്ങൾ ചെയ്യുന്ന പോലെ തന്നെ ഇന്ന് ഭരണകക്ഷിയിലെ ആക്ഷേപത്തിന് വിധേയനായിട്ടുള്ള ആളുകൾക്കും ചെയ്യാൻ അവകാശമുണ്ട് എന്ന് ഒന്നും മനസ്സിലാക്കാതെ ലക്കിൽ ലഗാനുമായി ഇല്ലാതെ നടത്തുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിർത്തുകയാണ് വേണ്ടത് എന്ന് ഞാൻ ആ സുഹൃത്തുക്കളോട് പറഞ്ഞു. അഴിമതിക്കെതിരായ പോരാട്ടം ഈ പാർട്ടി എത്രയോ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ സുഹ്റാമിന്റെ 3 കൊല്ലത്തെ ഇപ്പൊ ശിക്ഷയ്ക്ക് വിധേയമായ സുഹ്റാമിന്റെ കേസ് തന്നെ ഏറ്റവും സജീവമായി ടേക്കപ്പ് ചെയ്തത് CPIM ആണ്. അതുകൊണ്ട് അഴിമതിയുടെ കാര്യത്തിൽ ഇങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് CPIMനെ ആക്ഷേപിക്കാൻ നടത്തുന്ന ശ്രമം അവഹേളനാർഹമാണ്. അത് നിർത്തുകയാണ് വേണ്ടത് എന്നുകൂടി ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുള്ള സുഹൃത്തുക്കളെയും സഹാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു.